എടാ അപ്പോൾ നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ജിയോമെട്രിക് പ്രോഗ്രഷൻ GP ആണ് പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒറ്റ കാര്യമല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. എന്താണ്? ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതായത് nth ടേം ഇപ്പോൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? AR⁻n−1. മറന്നു പോരുത് കേട്ടോ, AR⁻n−1. ഇന്ന് നമ്മൾ ഈ nth ടേം ഉപയോഗിച്ച് ചെയ്യുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം, ആദ്യം കുറച്ച് കാര്യം മനസ്സിലാക്കാനുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണ്? ഇപ്പോൾ 5, 10, 20, 40 ഇങ്ങനെ പോകുന്ന ഒരു GP. ഈ GPയുടെ 10th ടേം നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുകയാണ്. എന്താണ്? 10th ടേം, 10ാമത് 10th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കും? ഇക്വേഷൻ എഴുതും AR⁻n−1. ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഉടനെ സൈഡിൽ A എടുത്തെഴുതണം, R എടുത്തെഴുതണം, N എടുത്തെഴുതണം. നോക്കിയേ, A എത്രയാണ്? ഫസ്റ്റ് ടേം എത്രയാണ്? 5. R എത്രയാണ്? 10 ന് 5 അല്ല, 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടി? 2. N എത്രയാണ്? 10th ടേം ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ N-ന് പകരം 10 ഇട്ട് കൊടുക്കണം. കേട്ടല്ലോ? അപ്പോൾ നോക്കിയേ, Aക്ക് പകരം 5 ഇട്ടു, Rന് പകരം 2 ഇട്ടു, N-ന് പകരം 10 - 1. അപ്പോൾ 5 × 2⁹9 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇതല്ലേ നമുക്ക് ചെയ്യുന്ന രീതി. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് ഒരു GP തന്നിട്ടില്ല. GP തന്നിട്ടില്ല. A എത്രയാണെന്ന് നമുക്കറിയില്ല, അതുപോലെ R എത്രയാണെന്നും നമുക്കറിയില്ല. അതായത് ജിയോമെട്രിക് പ്രോഗ്രഷൻ GP നമുക്ക് തന്നിട്ടില്ല. പകരം നമ്മൾ ഇതിൻ്റെ 10th ടേം ഒന്ന് എഴുതുവാണ്. നോക്കി, ഇതിൻ്റെ 10th ടേം ഒന്ന് എഴുതുവാണ്. ഇക്വേഷൻ എന്താണ്? AR⁻n−1. നമ്മൾ പറഞ്ഞു ഇക്വേഷൻ കിട്ടിയാൽ സൈഡിൽ ഉടനെ തന്നെ A എടുത്തെഴുതണം, R എടുത്തെഴുതണം, N എടുത്തെഴുതണം. A എത്രയാണെന്ന് നമുക്കറിയാവോ? ഇല്ല. R എത്രയാണെന്ന് നമുക്കറിയാവോ? ഇല്ല. പക്ഷെ 10th ടേം കണ്ടുപിടിച്ചുകൊണ്ട് N എത്രയാണെന്നറിയാം, 10 ആണെന്നറിയാം അല്ലേ? 10th ടേം ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ N-ന് പകരം 10 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് നോക്കിയടാ, A × R⁻n-ന് പകരം 10 ഇട്ട് കൊടുക്കുമ്പോൾ 10 - 1. അപ്പോൾ A × R⁻9 എന്ന് കിട്ടി. കിട്ടിയല്ലോ, എളുപ്പമല്ലേ? ഇനി ഇതുപോലെ ഇതിന്റെ 5th ടേം ഒന്ന് കണ്ടുപിടിച്ച്. 5th ടേം, 5ാം പദം. ഇക്വേഷൻ എങ്ങനെ എഴുതാം? A × R⁻n−1. A നമുക്കറിയില്ല, R നമുക്കറിയില്ല, പക്ഷേ N നമുക്കറിയാം. 5th ടേം ആയതുകൊണ്ട് N-ന് എത്ര ഇട്ട് കൊടുക്കുക? 5 ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ എത്ര കിട്ടി? നോക്ക്, A × R⁻n-ന് പകരം 5 ഇട്ട് കൊടുക്കുമ്പോൾ 5 - 1. അപ്പോൾ AR⁻4 എന്ന് കിട്ടി. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ശ്രദ്ധിച്ചിരുന്നോളാം. ഇതേ നോക്കിയേ, നമ്മൾ 10th ടേമിനെ എങ്ങനെയാണ് എഴുതിയേക്കുന്നത്? AR⁻9. AR⁻9. ഇപ്പം കണ്ടുപിടിച്ച 5th ടേമിനെ, 5ാമത്തെ ടേമിനെ എങ്ങനെ എഴുതിയേക്കുന്നത്? AR⁻4. നോക്കിയേ, ഇത് രണ്ടിൻ്റെയും കണക്ഷൻ നോക്കിയേ. 10th ടേം ചോദിച്ചപ്പോൾ AR⁻10 ൽ നിന്ന് കുറച്ച് 9 എഴുതി. 5th ടേം ചോദിച്ചപ്പോൾ AR⁻5 ൽ നിന്ന് കുറച്ച് 4 എഴുതി. അങ്ങനെയാണെങ്കിൽ 12th ടേം ചോദിച്ചാൽ, 12ാമത്തെ ടേം ചോദിച്ചാൽ എങ്ങനെ എഴുതും? AR⁻12 ൽ നിന്ന് കുറച്ച് 11 എഴുതാം. AR⁻11. എളുപ്പമല്ലേ? അതുപോലെ 20ാമത്തെ ടേം ചോദിച്ചാൽ, 20th ടേമിനെ നമുക്കപ്പോൾ എങ്ങനെ എഴുതാം? AR⁻20 ൽ നിന്ന് കുറച്ച് 19. കേട്ടല്ലോ? 3rd ടേം, 3ാം പദത്തിനെ എങ്ങനെ എഴുതാം? പറ. AR⁻3 ൽ നിന്ന് കുറച്ച് 2. അതുപോലെ തന്നെ ഒരു 15ാമത്തെ ടേം, 50th ടേമിനെ എങ്ങനെ എഴുതാം? AR⁻15 ൽ നിന്ന് കുറച്ച് 14. എളുപ്പമല്ലേടാ? അപ്പോൾ ഒരു ടേം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 10th ടേം = എങ്ങനെ എഴുതാം? AR⁻15 ചോദിച്ച കാരണം 14. 20ാമത്തെ ടേമിനെ എങ്ങനെ എഴുതാം? AR⁻20 ൽ നിന്ന് കുറച്ച് 19. 100ാമത്തെ ടേം ചോദിച്ചാലോ? AR⁻100 ൽ നിന്ന് കുറച്ച് 9. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഏത് ടേം ചോദിച്ചാലും ഒന്ന് കുറച്ചങ്ങോട്ട് എഴുതിയാൽ മതി.
ഇപ്പോൾ 25th ടേം 25ാമത്തെ ടേം കണ്ടുപിടിക്കണം. അതിന് സിമ്പിളായിട്ട് എങ്ങനെ എഴുതാം? AR⁻24 എന്ന് എഴുതാം. എളുപ്പമല്ലേടാ? എളുപ്പമല്ലേ? സിമ്പിൾ പരിപാടി. ദേ ശ്രദ്ധിച്ചു. അപ്പോൾ ഇതെന്തിനാ പഠിപ്പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മോഡലിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതേ നോക്കിയേ, 3rd ടേം ഓഫ് ദ GP ഈസ് 24 ആൻഡ് 6th ടേം ഈസ് 192. ഫൈൻഡ് ഇറ്റ്സ് കോമൺ റേഷ്യോ ആൻഡ് ഫസ്റ്റ് ടേം. ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ മോഡൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? ഇത്രേ ഉള്ളൂ, ശ്രദ്ധിച്ചോളണം. ഈ ക്വസ്റ്റ്യനിലെ 2 സെറ്റ് ടേമുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെ ടേമാണ്? 3rd ടേം തന്നിട്ടുണ്ട്. എന്താണ്? 3rd ടേം തന്നിട്ടുണ്ട്. പിന്നെ ഏതാ തന്നേക്കുന്ന? 6th ടേം തന്നിട്ടുണ്ട്. ഇങ്ങനെ ഏത് ചോദ്യമാണെങ്കിലും 2 സെറ്റ് ടേം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത അവരെന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കണ്ട. ഏത് മോഡൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിൻ്റെ അകത്ത് ഇതുപോലെ 2 സെറ്റ് ടേം ഏതെങ്കിലും ആയിക്കോട്ടെ, 5ാമത്തെ ടേമും 10ാമത്തെ ടേമും ആയിക്കോട്ടെ, 20ാമത്തെ ടേമും 30ാമത്തെ ടേമും ആയിക്കോട്ടെ, ഇങ്ങനെ 2 സെറ്റ് ടേം തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് 6 കണ്ടുപിടിക്കണം, രണ്ടാമത് നമുക്ക് A കണ്ടുപിടിക്കണം. ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഏത് മോഡൽ. ഇപ്പൊ അവര് ഫൈൻഡ് 10th ടേം എന്നായിരുന്നെങ്കിൽ പോലും നമ്മൾ ആദ്യം 6 കണ്ടുപിടിക്കും, പിന്നെ A കണ്ടുപിടിക്കും. അപ്പൊ ഈ മോഡൽ എങ്ങനെ മനസ്സിലാക്കും? ഈ മോഡൽ മനസ്സിലാക്കേണ്ടത് 2 സെറ്റ് ടേം തന്നിട്ടുണ്ടോ നോക്കണം. തന്നിട്ടുണ്ട്. 3rd ടേം ഓഫ് ദ GP ഈസ് 24. 6th ടേം ഈസ് എത്രയാണ്? 192. 2 സെറ്റ് ടേം തന്നിട്ടില്ലേ? 2 സെറ്റ് ടേം തന്നിരിക്കുന്ന കാരണം നമ്മൾ ഇപ്പൊ നേരത്തെ പഠിപ്പിച്ച മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം 3rd ടേം ഈസ് 24. നമുക്കറിയാം 3rd ടേമിനെ എങ്ങനെ എഴുതണം? 3rd ടേമിനെ നോക്കിയേ, 3rd ടേം ഈക്വൽ ടു 24 ആണ് ആദ്യം തന്നേക്കുന്നത്. 3rd ടേമിനെ എങ്ങനെ എഴുതണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ AR⁻3 കുറച്ച് 2 AR² ഈക്വൽ ടു എത്രയാണ്? 24. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. കേട്ടല്ലോ. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താടാ? 6th ടേം ഈക്വൽ ടു എത്രയാണ്? 192 അല്ലെ? എത്രയാണ്? 192. നേരത്തെ പറഞ്ഞ പോലെ 6th ടേമിനെ എങ്ങനെ എഴുതും? AR⁻5 ഈക്വൽ ടു എത്രയാണ്? 192. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെ 2 സെറ്റ് ടേം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആ ചോദ്യത്തിനെ നമ്മൾ പഠിച്ച രീതിയിലേക്ക് മാറ്റി എഴുതണം. ഇനിയൊന്നുമില്ല, ഒന്നാമത്തെ ഇക്വേഷനെ രണ്ടാമത്തെ ഇക്വേഷൻ കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ മതി, നമുക്ക് ആൻസർ കിട്ടിയിരിക്കും. ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? AR⁻² എത്രയാണ്? AR² ഈക്വൽ ടു എത്രയാണ്? 24. ഇതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? AR⁻5 ഈക്വൽ ടു 192. എങ്ങനെ കട്ട് ചെയ്യൂടാ? 2 സൈഡും സെപ്പറേറ്റ് കട്ട് ചെയ്താൽ മതി. ഇവിടെ ഡിവൈഡ് ചെയ്യുക, ഇവിടെയും ഡിവൈഡ് ചെയ്യുക. അതായത് AR²/AR⁻5 ഈക്വൽ ടു 24/192. എയും ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ ഒരു R² ഉണ്ട്, ഇവിടെ 2 എണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി 3. അപ്പൊ മേളിലൊന്നുമില്ല, 1/R³ ഈക്വൽ ടു 24 192 ഉണ്ട്. രണ്ടിനെയും എത്ര രീതിയിൽ കട്ട് ചെയ്യാം? എത്ര കൊണ്ട് കട്ട് ചെയ്യാം? ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ 8 കൊണ്ട് കട്ട് ചെയ്യാം. 8 × 3 ആണ് 24. 192നെ 8 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 × 2 16 32 24. ഇപ്പൊ എത്ര കിട്ടി? 3/24 എന്ന് കിട്ടി. കേട്ടല്ലോ. ഇനി എന്ത് ചെയ്യുക? ഇതിന് വീണ്ടും കട്ട് ചെയ്യാം. എത്ര കൊണ്ട് കട്ട് ചെയ്യാം? 3/24ന് 3 കൊണ്ട് കട്ട് ചെയ്യാൻ പാടില്ലേ? നോക്കിയേ, 3ൽ 3 എത്ര ടൈംസ്? 1 ടൈംസ്. 24ൽ 3 എത്ര ടൈംസ്? 3 ടൈംസ്. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി നോക്കിയേ? 1/R³ ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടി? 3 അല്ല, 8 ടൈംസ്. 8 × 3 അല്ലേ 24. അപ്പൊ എത്രയാണ്? 1/8. ഇവിടെ നോക്കി, 1/R³ ഈക്വൽ ടു 1/8. ഒന്നെങ്കിൽ ഇത് ഇൻറ്റു ചെയ്ത് എഴുതുക, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് R³ ഈക്വൽ ടു 8 എന്ന് എഴുതാം. അതായത് 1 × 8 8 ആണ്. R³ × 1 ഈക്വൽ ടു R³ ആണ്. R³ 8 ആണെങ്കിൽ R എത്രയാണ്? എന്തിന്റെ ക്യൂബാണ് 8 എന്ന് നോക്കിയാൽ മതി. എന്തിന്റെ ക്യൂബാണ്?
2ന്റെ ക്യൂബല്ലേ 8. അപ്പൊ 6 എത്ര വരും? 2 വരും. ഇങ്ങനെ ആദ്യം 6 കണ്ടുപിടിക്കണം. ഏത് ചോദ്യമാണെങ്കിലും ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 6 കണ്ടുപിടിക്കണം. 6 എങ്ങനെ കണ്ടുപിടിക്കണം? ദേ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചോ. 6 കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, 6 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്ത് എഴുതുക. ഏത് ഇക്വേഷൻ എഴുതാം? ഇതെടുത്ത് എഴുതാമല്ലോ. എ ആർ സ്ക്വയർ ഈക്വൽ ടു നോക്കി, AR സ്ക്വയർ ഈക്വൽ ടു 24. അതിൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താണ്? 6 2ആണ്. അപ്പോൾ 6ന് പകരം 2 ഇട്ട് കൊടുക്കുക. A ഇൻറ്റു 2A സ്ക്വയർ ഈസ് ഈക്വൽ ടു 24. അപ്പോൾ A ഇൻറ്റു 2A സ്ക്വയർ എത്രയാണ്? 4 ഈക്വൽ ടു 24. അപ്പോൾ A എത്ര വരും? 24നെ ഇപ്പുറത്തേക്ക് 4 കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുക. 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6. കേട്ടല്ലോ. ഏത് മോഡൽ ചോദ്യമാണെങ്കിലും ചെയ്യേണ്ട രീതി എങ്ങനെയാണ്? ആദ്യം ഇതിനെ രണ്ടിനെയും മാറ്റി എഴുതി എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്തു. അപ്പൊ കട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് 6 കിട്ടും. ഈ എയും എന്തായാലും ക്യാൻസൽ ആയി പോവും. ബാക്കി അപ്പൊ 6 കിട്ടും. 6 കിട്ടിക്കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്ത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? സിമ്പിളായിട്ട് ആൻസർ കിട്ടിക്കോളും. ഏത് ചോദ്യം ചോദിച്ചാലും എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടത്? 2 സെറ്റ് ടേം തന്നിട്ടുള്ള ചോദ്യമാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.